കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പി. യേശുക്രിസ്തു തന്റെ ഐഹിക ജീവിതകാലത്ത് തന്റെ പരസ്യ ശുശ്രൂഷയുടെ പ്രാരംഭഘട്ടത്തിൽ ജനത്തോട് വിളിച്ചു പറഞ്ഞ വാക്യമാണ് ഞങ്ങൾ ഈ ദേശത്തോടും വിളിച്ചു പറയുന്നത്. ക്രിസ്തു ഭൂമിയിൽ ജനിക്കുന്നതിന് കാലങ്ങൾക്ക് മുമ്പ്, ഏകദേശം 500 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകൻ ഇങ്ങനെ പ്രവചിക്കുവാൻ ഇടയായി തീർന്നു. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. കാലത്തിന്റെ പൂർണ്ണതയിൽ മറിയമെന്ന കന്യകയിൽ നിന്ന് യേശു ക്രിസ്തു സാധാരണ ഒരു പൈതലിനെ പോലെ ജന്മമെടുത്ത ഭൂമിയിലേക്ക് വരുവാൻ ഇടയായി തീർന്നു. മറിയത്തിന്റെ യോഗ്യത വേദപുസ്തകം പറയുന്നു, മറിയം ദാവീദിന്റെ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ്. കാരണം യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനം എങ്ങനെയാണ്? ദാവീദിന്റെ സന്തതിയായി ഇസ്രായേലിന്റെ രാജസിംഹാസനത്തിലിരുന്ന് രാജ്യത്തെ ഭരിക്കുവാൻ, ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കുവാൻ കടന്നു വരുന്ന രാജാവായി, മശിഹായായി യേശുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ ഉൽപ്പത്തി മുതൽ മലാക്കി വരെയുള്ള പഴയ നിയമ പുസ്തകങ്ങൾക്കകത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. ആ പ്രവചനത്തിന്റെ പൂർത്തീകരണം എന്നതുപോലെ യഹൂദ സ്ത്രീയായിരുന്ന, കന്യകയായിരുന്ന മറിയത്തിൽ നിന്ന് യേശു ഒരു മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു. യേശു മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു, സാധാരണ ഒരു പൈതലായി. ഇന്ന് കാണുന്നത് പോലെ ഉത്സവാഘോഷങ്ങളുടെ നടുവിൽ വർണ്ണമുഖരിതമായ പുൽക്കൂടും വർണ്ണശബളമായ നക്ഷത്രങ്ങളും അതല്ലെങ്കിൽ അങ്ങനെയുള്ള കരോൾ സംഘങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല യേശുവിന്റെ ജനനത്തിൽ. യേശുവിന്റെ ജനനത്തിൽ ആരും അവനെ സ്വീകരിച്ചില്ല. വഴിയമ്പലത്തിൽ അവന് സ്ഥലം കിട്ടിയില്ല. എവിടെയോ വഴിത്തലയ്ക്കൽ ഈ കുഞ്ഞിന് ജന്മം കൊടുത്ത് ശീലകൾ കൊണ്ട് പൊതിഞ്ഞ് കാലിത്തൊഴുത്തിനകത്ത്, പുൽക്കൂടിനകത്ത് ഈ കുഞ്ഞിനെ മറിയം കിടത്തുവാനിടയായി തീർന്നു. ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, ജനനം കൊണ്ട് തന്നെ തിരസ്കരിക്കപ്പെട്ടവനായി ഈ ഭൂമിയിലേക്ക് വന്നവനാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. അവൻ കൊട്ടാരത്തിൽ ജനിച്ചിരുന്നെങ്കിൽ സാധാരണ വ്യക്തികൾക്ക് അവനെ പോയി കാണാൻ കഴിയില്ലായിരുന്നു. യേശു ജനിച്ചപ്പോൾ യേശുവിനെ ആദ്യമായി വന്ന് കണ്ടത് ആട്ടിടയന്മാരാ. അങ്ങ് വെളിം പ്രദേശത്ത് ആടുകളെ മേയിച്ചു നടന്ന, അന്ന് സമൂഹം അംഗീകരിക്കാതിരുന്ന, സമൂഹം മാറ്റി നിർത്തിയിരുന്ന, സംസ്കാര ശൂന്യരെന്ന് പറഞ്ഞിരുന്ന ഒരുപറ്റം ആട്ടിടയന്മാര് ഈ കാലിത്തൊഴുത്തിൽ വന്ന് യേശുവിനെ കണ്ട്, ഈ പൈതലിനെ കണ്ട് സന്തോഷിക്കുവാൻ ഇടയായി തീർന്നു. അവൻ കൊട്ടാരത്തിൽ ജനിച്ചിരുന്നുവെങ്കിൽ ഒരു വലിയ സമൂഹത്തിന്, ആഡംബരത്തിൽ ജീവിക്കുന്ന, സാമ്പത്തികമായ നന്മകളിലും അധികാരത്തിലും ഒക്കെ ജീവിക്കുന്ന പ്രിയപ്പെട്ടവർക്കാണ് അവനെ സന്ദർശിക്കാൻ കഴിയുന്നത്. ഇന്ന് പകൽ ഞങ്ങൾ ദേശത്തോട് വിളിച്ചു പറയട്ടെ, യേശു ജനിച്ചത് കൊട്ടാരത്തിലല്ല. സമ്പന്നനായിരുന്നിട്ടും, സകല സമ്പത്തിന്റെയും ഉടയവനായിരുന്നിട്ടും, സകല സൃഷ്ടപ്രപഞ്ചത്തിന്റെയും ഉടയവനായിരുന്നിട്ടും അവൻ ജനിച്ചത് വഴിത്തലയ്ക്കൽ ഒരു പുൽക്കൂട്ടിനകത്ത് അവൻ ജനിച്ചു വീഴുവാനിടയായി തീർന്നു. ഏതു സാധാരണക്കാരനും അവന്റെ അടുക്കൽ ചെന്ന് അഭയം പ്രാപിപ്പാൻ തക്കവണ്ണം അവൻ എല്ലാവർക്കും ഏതു സമയത്തും കടന്നു ചെല്ലാൻ കഴിയുന്ന നിലവാരത്തിലാണ് യേശുവിന്റെ ജനനം. ഇന്ന് മുതൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, യേശു മനുഷ്യനായി ഒരു പൈതലായി ഭൂമിയിൽ അവതരിച്ചുവെങ്കിലും യേശുവിന്റെ ആരംഭം അവിടെയല്ല. യേശുവിനെ കുറിച്ച് വിശുദ്ധ യോഹന്നാൻ സുവിശേഷത്തിനകത്ത് ഇങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ സൃഷ്ടപ്രപഞ്ചം ഒക്കെ ഉണ്ടാകുന്ന കാലഘട്ടത്തിനു മുമ്പ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്ന ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കാലത്തിനു മുമ്പ് ഇവിടെ ഒരു സൃഷ്ട വസ്തുക്കളും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ദൈവം മാത്രം ഉണ്ടായിരുന്ന അനുഭവത്തിൽ ഇവിടെ ഉണ്ടായിരുന്നവനാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിനെ ആരും സൃഷ്ടിച്ചതല്ല. യേശു ദൈവമായിരുന്നു. ഇവിടെ യേശു ദൈവമായിരുന്നു. അവൻ സ്വയംഭൂവായവനാണ്. അവൻ സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്, സ്വയംഭൂവായ ദൈവമാണ്. സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ
വഹിക്കുന്നവരാണ്. ഈ സർവശക്തനായ ദൈവം ഒരു കന്യകയുടെ ഗർഭപാത്രത്തോളം ചുരുങ്ങി മറിയത്തിൽ നിന്ന് ഉണ്ണിയേശുവായി ഭൂമിയിലേക്ക് ജനനമെടുക്കുവാൻ ഇടയായി തീർന്നു. ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷം ഇത് ക്രിസ്തുവിന്റെ സുവിശേഷമാണ്. വേദപുസ്തകം പറയുന്നു, ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം എന്ന് പറഞ്ഞാണ് മർക്കോസ് തന്റെ സുവിശേഷം എഴുതി തുടങ്ങുന്നത്. ഇന്ന് പകൽ ദേശത്തോട് ഞങ്ങൾ വിളിച്ചു പറയാൻ, ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷം യേശു ക്രിസ്തുവിന്റെ സുവിശേഷമാണ്. ഇതൊരു സംഘടനയുടെ സുവിശേഷമല്ല, ഇതൊരു പ്രത്യേക സഭയുടെ സുവിശേഷമല്ല, ഇതൊരു മതത്തിന്റെ സുവിശേഷമല്ല, ഇതൊരു സമുദായത്തിന്റെ സുവിശേഷമല്ല, ഇത് മറിയത്തിന്റെ സുവിശേഷമല്ല, ഇതേതെങ്കിലും വിശുദ്ധന്മാരുടെ സുവിശേഷമല്ല, ഏതെങ്കിലും സിംഹാസനങ്ങളുടെ സുവിശേഷമല്ല. ഈ സുവിശേഷം ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷമാണ്. സകലത്തെയും സൃഷ്ടിച്ചവനും സകലത്തിന്റെ മേലും അധികാരമുള്ളവനും സർവജ്ഞാനിയുമായ സർവശക്തനായ ദൈവം, സ്വയംഭൂവായ ദൈവം, ദൈവത്തിന്റെ സമത്വത്തിനകത്ത് വസിച്ചവൻ, ദൈവത്തിന്റെ തേജസ്സിനകത്ത് വസിച്ചവൻ, സ്വർഗം വിട്ട് താണഭൂമിയിലേക്ക് മനുഷ്യനെ തേടി ഒരു ശിശുവായി ഭൂമിയിലേക്ക് വന്ന് ജനിച്ച യേശുവിനെയാ ഞങ്ങൾ ഇവിടെ ഉയർത്തുന്നത്. പൂർണ്ണ ദൈവമായിരുന്നവൻ പൂർണ്ണ മനുഷ്യനായി ഭൂമിയിലേക്ക് അവതരിച്ചതാണ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. യേശു വന്നത് മനുഷ്യനെ തേടിയ. ആരെ തേടിയ യേശു വന്നത്? യേശു വന്നത് പാപിയായ മനുഷ്യനെ തേടി. ഒരു നന്മയും വസിക്കാത്ത, പാപവും ബലഹീനതയും മാത്രം നിറഞ്ഞ, എല്ലാവരാലും തള്ളപ്പെട്ട് ജീവിതത്തിൽ നന്മ അനുഭവിക്കാൻ കഴിയാതെ, ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാൻ കഴിയാതെ, ജീവിതത്തിൽ സമാധാനം അനുഭവിക്കാൻ കഴിയാതെ തകർച്ചകളുടെ നടുവിൽ ആയിരുന്ന ജനത്തെ തേടിയ യേശു ഭൂമിയിലേക്ക് വന്നത്. അവൻ വന്നത് പാപിയെ തേടിയാ വന്നത്. വേദപുസ്തകത്തിനകത്ത് മനോഹരമായ രംഗമുണ്ട്. ബെഥെസ്ദ എന്ന് പറയുന്ന കുളക്കരയിൽ അതുവഴി കടന്നു വന്ന യേശു ക്രിസ്തു യെരൂശലേം ദേവാലയത്തിന് ഉത്സവത്തിന് വേണ്ടിയാ പോയത്. പക്ഷേ നമ്മൾ ഇങ്ങനെ കാണുന്നു, ഉത്സവ ആഘോഷങ്ങളിൽ തിമിർന്നു നിൽക്കുന്ന യെരൂശലേം ദേവാലയം കണ്ണഞ്ചിപ്പിക്കുന്ന വർണ്ണാഭമായ ദീപാലങ്കാരങ്ങളും അനേക ജനങ്ങളുമായി ഉത്സവത്തിന്റെ ആഘോഷ തിമിർപ്പിലും ആൾക്കൂട്ടത്തിലും ആരവത്തിലും യെരൂശലേം ദേവാലയം നിറഞ്ഞു നിൽക്കുമ്പോ ആ യെരൂശലേം പട്ടണത്തിന് പുറത്ത് പ്രവേശന കവാടത്തിങ്കൽ ബെഥെസ്ദ എന്ന് പറയുന്ന കുളക്കരയിൽ അശരണരായ, എല്ലാവരാലും തള്ളപ്പെട്ട, ജീവിതത്തിൽ പ്രതീക്ഷയില്ലാത്ത, പ്രത്യാശയില്ലാത്ത രോഗികളായ അനേക പ്രിയപ്പെട്ടവർ ഒരു വിടുതലിന് വേണ്ടി കാത്തുകിടക്കുമ്പോ യേശു ഉത്സവാഘോഷങ്ങളുടെ തിമിർപ്പിലേക്കല്ല പോയത്. ഈ പകൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലും ആരവങ്ങൾക്കകത്തും പ്രസാദിക്കുന്ന ഒരുവരെ കുറിച്ചല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത്. തകർന്നും നുറുങ്ങിയുമുള്ള ഹൃദയത്തെ രസിക്കാതെ മനം തകർന്നവരെ രക്ഷിക്കുന്ന, ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥരായ ഒരു ദൈവത്തെ കുറിച്ച് ഈ ദേശത്തോട് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. യേശു ആ കുളക്കരയിലേക്ക് തകർന്നു കിടക്കുന്ന ജനത്തിന്റെ അടുക്കലേക്ക് പോയി. 38 വർഷമായി ആരാലും വിടുവിക്കാൻ കഴിയാതെ, ജീവിതത്തിൽ സമാധാനമില്ലാതെ, പ്രത്യാശയില്ലാതിരുന്ന ആ പ്രിയപ്പെട്ടവരെ സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുവാൻ, വിടുവിക്കുവാൻ, ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാനിടയായി. ഇന്ന് പകൽ ഞങ്ങൾ ദേശത്തോട് വിളിച്ചു പറയുന്നു, ഉത്സവങ്ങൾക്കും ആഘോഷങ്ങൾക്കുമൊക്കെ അപ്പുറത്ത് യേശു തേടി വന്നത് മനുഷ്യനെയാണ്. ഉത്സവങ്ങൾ കൊണ്ടും ആഘോഷങ്ങൾ കൊണ്ടും ആരവം കൊണ്ടും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. അവന് വേണ്ടുന്നത് മനുഷ്യനെയാണ്, പാപിയായ മനുഷ്യനെ. ആദിയിൽ പാപം ചെയ്ത് ദൈവത്തിൽ നകന്നുപോയി, ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെടുത്തി, സ്വന്തം ഇഷ്ടപ്രകാരം നന്മയും തിന്മയും ഒക്കെ തിരിച്ചറിഞ്ഞ് തന്റെ താല്പര്യപ്രകാരം ജീവിക്കുന്ന മനുഷ്യൻ, അവരെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ, ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ ദൈവത്തോട് നിരപ്പിക്കുവാൻ, ദൈവത്തോടുള്ള സമാധാനം നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ വീണ്ടും ദൈവത്തിന്റെ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരുവാൻ കാരണമുണ്ട്. മൃഗജാതികൾക്കോ പക്ഷിമൃഗാദികൾക്കോ ഒന്നും ലഭ്യമാകാത്ത ഒരാത്മാവിനെ ദൈവം മനുഷ്യന്റെ അകത്ത് നിക്ഷേപിച്ചു. ദൈവം മനുഷ്യന്റെ അകത്ത് ഒരാത്മാവിനെയും പിന്നീട് സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ കാണുന്നു, അവന്റെ അകത്ത് നിത്യതയും വെച്ചു എന്ന്. മനുഷ്യന്റെ അകത്ത് വിലയേറിയ ഒരു ആത്മാവിനെ വെച്ചു എന്ന് മാത്രമല്ല, ഒരു നിത്യത കൂടി ദൈവം വെച്ചു. എന്നാൽ പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിൽ നകന്നു പോയപ്പോ
വീണ്ടും വചനം ഇങ്ങനെ പറയുന്നു, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യന് നിയമിച്ചിരിക്കുന്നു. നിത്യതയുള്ള ഒരു ആത്മാവിനെ അവൻ നഷ്ടപ്പെടുത്തി പാപം ചെയ്ത് പാപത്തിന്റെ പുറകെ പോയി പാപം ചെയ്ത് ജീവിക്കുന്ന മനുഷ്യന് ദൈവം വെച്ചതാണ് മരണവും പിന്നീട് ഒരു ന്യായവിധിയും. എന്നാൽ ഈ മരണത്തിൽ നിന്നും നിത്യമായ ന്യായവിധി, അതെ, നിത്യമായ ന്യായവിധി, നിത്യമായ മരണം, നിത്യമായ ഈ തകർച്ചകളുടെ നടുവിൽ നിന്ന് മനുഷ്യനെ പുറത്തു കൊണ്ടുവരുവാൻ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് അവതരിക്കുവാനിടയായി. മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങളും ആചാരങ്ങളും അവന്റെ മതാനുഷ്ഠാനങ്ങളും മതപരമായ ഉത്സവങ്ങളും മതപരമായി അവൻ നടത്തുന്ന കൂദാശകളും കർമ്മങ്ങളും കൊണ്ട് അവന് ദൈവത്തോട് അടുക്കാൻ കഴിയാതിരിക്കുമ്പോ, ദൈവത്തോട് നിരപ്പ് പ്രാപിക്കാൻ കഴിയാതിരിക്കുമ്പോ അവനെ ദൈവത്തോട് ബന്ധിപ്പിക്കുവാൻ, അവന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ സ്വർഗം വിട്ട് താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നവനാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത് ഒരു മതത്തിന്റെ നേതാവായി, ഒരു മതത്തിന്റെ ഗുരുവായി, ഒരു മതത്തിന്റെ ചട്ടക്കൂടിനകത്ത് ഒതുങ്ങി നിൽക്കാനല്ല. യഹൂദ മതത്തിന്റെ ചട്ടക്കൂടുകളെ പൊളിച്ചെഴുതി മതത്തിന്റെ സിദ്ധാന്തങ്ങൾക്ക് അപ്പുറമായി വഴിയും സത്യവും ജീവനും ഞാൻ തന്നെയാകുന്നു എന്ന് അരുളി ചെയ്തുകൊണ്ട് യേശു ഈ ലോകത്തിലേക്ക് വന്നത് മനുഷ്യന് നിത്യതയിലേക്ക് വഴി തുറക്കാനാ. നിത്യമായ മരണത്തിനു വേണ്ടി ഒഴിയപ്പെട്ടിരുന്ന മനുഷ്യനെ ആ നിത്യമായ മരണത്തിൽ നിന്ന് മടക്കിക്കൊണ്ടുവന്ന് നിത്യമായ സ്വർഗത്തിലേക്കും നിത്യജീവനിലേക്കും മനുഷ്യനെ എത്തിക്കുവാനാ യേശു ഭൂമിയിലേക്ക് വന്നത്. യേശു മനുഷ്യന്റെ മുഴുവൻ പാപങ്ങളും സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്ത് മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവരിയിൽ യേശു യാഗമായി തീരുവാനിടയായി. ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, യേശു ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചത് മനുഷ്യന്റെ പാപം സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്ത് എനിക്ക് പകരക്കാരനായി, നിങ്ങൾക്ക് പകരക്കാരനായി ഈ ഭൂമിയിൽ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം ചെയ്ത് അകൃത്യയാഗമായി തീരുവാൻ ഈ ഭൂമിയിൽ അവതരിച്ചവനാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. മനുഷ്യന്റെ സകല പാപത്തിന്റെയും പരിഹാരം യേശു കാൽവരിയിൽ നിവർത്തിയാക്കി. ഇനി പാപപരിഹാരത്തിനു വേണ്ടി കൂദാശകളില്ല, കർമ്മങ്ങളില്ല, തീർത്ഥാടനങ്ങളില്ല, നോമ്പുകളില്ല. ഒറ്റ മാർഗം, വിശ്വാസത്തിന്റെ മാർഗം. ക്രിസ്തുവിൽ വിശ്വസിക്കുക, ക്രിസ്തുവിനെ കൈക്കൊള്ളുക. അവരെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്ന് വേദപുസ്തകം പറയുന്നു. ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളുടെ അവകാശത്തിലേക്ക് കടന്നു വരാൻ കഴിയും. അവർക്ക് നിത്യജീവൻ ലഭിക്കും, അവർക്ക് നിത്യ സമാധാനം ലഭിക്കും, നിത്യ മരണത്തിൽ നിന്നവർ വിടുവിക്കപ്പെടും, നിത്യ ശിക്ഷയിൽ നിന്നവർ വിടുവിക്കപ്പെടും. നിത്യമായ ആനന്ദം അവരുടെ ജീവിതത്തിൽ ലഭ്യമാകുവാൻ ഇടയായിത്തീരും. ക്രിസ്തുവിൽ വിശ്വസിച്ച് പാപമോചനം പ്രാപിച്ച് വീണ്ടെടുപ്പ് പ്രാപിച്ച് നിത്യ സന്തോഷവും നിത്യസമാധാനവും നിത്യജീവനും പ്രാപിച്ച് കർത്താവിന്റെ വരവിങ്കൽ വാനമേഘത്തിൽ യേശു കർത്താവ് എഴുന്നള്ളുമ്പോ തേജസ്കരിക്കപ്പെട്ടവരായി കർത്താവിന്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടുവാൻ, ദൈവത്തോടൊപ്പം യുഗായുഗങ്ങൾ ജീവിക്കുവാൻ വാഗ്ദത്തം നമ്മുടെ മേൽ അവശേഷിക്കുന്നു. വാഗ്ദത്തമായി അവൻ മധ്യാകാശത്ത് വരാൻ പോകുന്നു. മാത്രമല്ല, ഭൂമിയെ ഭരിക്കുവാൻ 1000 ആണ്ട് ഒലിവുമലയിൽ പ്രത്യക്ഷനാകുന്നവൻ യെരൂശലേം കേന്ദ്രീകരിച്ച് 1000 ആണ്ട് ഭൂമിയെ ഭരിക്കാൻ പോകുന്നു. നിങ്ങൾക്കും ആ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും. അഴിമതിയില്ലാത്ത, അക്രമമില്ലാത്ത, സ്വജനപക്ഷപാതമില്ലാത്ത മനോഹരമായ ഒരു ഭരണം ഭൂമിയിൽ സ്ഥാപിതമാകാൻ പോവുകയാ. യേശു ക്രിസ്തുവിന്റെ ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിതമാകാൻ പോകുന്നു. ആ ദൈവരാജ്യത്തിൽ നിങ്ങൾക്കും പ്രവേശനമുണ്ട്. നിങ്ങൾക്കും വിശ്വസിച്ച് ഈ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് യേശുവിന് വേണ്ടി ജീവിതത്തെ സമർപ്പിക്കുന്ന ഏവർക്കും നിത്യജീവനുണ്ട്. നിങ്ങൾക്കും നിത്യസമാധാനമുണ്ട്. നിങ്ങൾക്കും ദൈവമക്കളായി തീരാൻ കഴിയും. നിങ്ങൾക്കും നിത്യമായ രാജ്യത്തിൽ, യേശു ക്രിസ്തുവിന്റെ ദൈവരാജ്യത്തിൽ നിങ്ങൾക്കും പ്രവേശിക്കാൻ കഴിയും. ഞങ്ങൾ അനുഭവിക്കുന്ന ആത്മീയ സന്തോഷത്തിലേക്ക് നിങ്ങളെയും ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ.